അത് കഴിഞ്ഞിട്ട് യു മേഡ് ലോട്ട് ഓഫ് മണി, ഐ ഹോപ്പ്. I don't make a hell lot of money, but of course, some money. അപ്പോ ആ ഒരു അക്വയർ കഴിഞ്ഞിട്ട് വാട്ട് ഡിഡ് യു ഡു ഫസ്റ്റ് തിങ് യു So, ദ മണി? so അത് of course acquisition കഴിഞ്ഞ് കഴിയുമ്പോൾ it is like നമ്മൾ കുറേ നേരം മഴയത്ത് നിന്നിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് കയറിയിട്ടില്ലേ, ആ ഒരു സെറ്റ്. I mean, you get a feeling like that. കാരണം otherwise ആ 2 വർഷം it was very busy running around, doing a lot of things, and suddenly the whole thing has stopped and you have transitioned off. It became like more calm and more free time kind of thing. Right. Actually അവിടെ കയറിയതിനു ശേഷം within 6 months I transitioned most of the things, most of the modules, team, responsibilities and stuff like that. Then I started thinking about what should I do next. I mean, I'm just saying, ആ ഒരു മണി കിട്ടി, what did you do with the money? Any big purchase, any car മേടിക്കുക? No, I don't think I've done anything much. ഒന്നും ചെയ്തില്ല. I maybe traveled a lot. Yeah. Okay. അത് കഴിഞ്ഞിട്ട് you did want to do something else. Yes. Yeah. Okay. അപ്പൊ അങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ കറന്റ് അങ്ങനെയാണ് ക്ലൂ ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലൂ ട്രാക്ക് എന്ന് വെച്ചാൽ ആദ്യത്തെ കമ്പനി ഞങ്ങൾ ഏകദേശം ഒരു 1.5 വർഷം സ്പെൻഡ് ചെയ്തു ഞാൻ. ഓക്കെ. അതായത് അക്വയർ കഴിഞ്ഞിട്ട് അവിടെ 1.5 years spend ചെയ്തു. അവിടെ ഒരു 1 year ഡെഫിനറ്റ്ലി നിൽക്കണമായിരുന്നു. 1.5 years നിന്നു. എന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. പ്രോബബ്ലി ഇതിനെപ്പറ്റി തിങ്ക് ചെയ്ത് തുടങ്ങുന്നത് ഒരു ക്ലോസ് ടു എ ഇയേഴ്സ് ടൈം ഫ്രെയിം ആകുമ്പോഴാണ്. ഓക്കെ. ആ സമയത്ത് സെവറൽ ഐഡിയാസ് ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്തു. Then this looked to be an interesting idea. Then we started off. എന്താണ് ഈ ക്ലൂ ട്രാക്ക്?